Sneha Sangamam 2025, powered by Parent Teachers Association of Rajagiri Kindergarten. Dear grandparents, parents, teachers, little ones, and all you wonderful people, it is such a joy to welcome you all to this beautiful evening as we celebrate yet another fun-filled Parent Teachers Association Day. Good evening, I am Minu, parent of Junior Ruby. A grand and wholehearted welcome to the chief guests and the dignitaries onto the stage. Please allow me to introduce them to you. Leading the way is our guest of honor, Reverend Father Benny Nalkara CMI, Provincial and Manager, Sacred Heart Province. Reverend Father Paulos Kirangan CMI, our Director. Reverend Father Anthony Kelamparambil CMI, Finance Manager. Mrs. Shiny Siriyev, Rajagiri Kindergarten Headmistress. PTA President Mr. Pradeep Subhash. PTA Vice President Ms. Mumtaz. And PTA Treasurer Mr. Matthews Matthew. Prayer is the beginning and end, the basis and the goal for all the peacemaking. Let us begin the evening with a prayer song by Mr. Darren Thomas, parent of Pre-KG Rajagiri Kindergarten. ാളനമില്ലാതെ കണ്ണിമയ്ക്കാതെ കാവലായില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം തളിരിടില്ല. ദൈവമേ നിൻകരലാളനമില്ലാതെ പൂവായ പൂവൊന്നും വിരിയുകില്ല. കണ്ണിമയ്ക്കാതെ നീ കാവലായില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം തളിരിടില്ല. എത്ര മഹത്തായ സ്നേഹം ഈ ഭൂമി തൻ പുണ്യമാം സ്നേഹം. പാവനരൂപനായി പാരിതിൽ വാഴുന്ന പാലക നിൻ മഹാസ്നേഹം. Thank you, Mr. Darren. A lamp spreads its light to dispel darkness. I request our chief guest and all the dignitaries on the dais to light the lamp and inaugurate Sneha Sangamam 2025. Thank you, everyone. We are delighted to invite our cheerful, evergreen PTA President, Mr. Pradeep Subhash, to welcome the gathering of Sneha Sangamam 2025. ഏവർക്കും സ്നേഹ സംഗമത്തിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആശംസകളും ഈ സ്നേഹ സംഗമത്തിന് നേരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, CMI സേക്രഡ് ഹാർട്ട് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ബെന്നി നൽക്കരച്ച, നമ്മളുടെ മുഖ്യ അതിഥി ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഏതാണ്ട് കളമശ്ശേരി എത്തിയിട്ടുണ്ട്. സിജോയ് വർഗീസ്,
നമ്മുടെ സ്കൂളിൻ്റെ ഡയറക്ടർ ഫാദർ പൗലോസ് കിടങ്ങൻ CMI, ഫിനാൻസ് കൺട്രോളർ ആൻ്റണി കാളാമ്പറമലച്ച, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈസ് പ്രസിഡൻറ്റ് മുംതാസ്, ട്രഷറർ മാത്യൂസ്, ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ ഗ്രാൻഡ് പേരൻസ്, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മളുടെ സഹോദര സ്ഥാപനങ്ങളിലെ PTA അംഗങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ അറിവുള്ള കാര്യമാണ് PTA രാജഗിരി കളമശ്ശേരി ക്യാമ്പസിലുള്ള PTAയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം ഇങ്ങനെ ഒരു സംഗമം പല സ്കൂളുകളിലും ഇല്ല. മാതാപിതാക്കളെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നതും അകറ്റി നിർത്താനാണ് പല സ്കൂളുകളും മുൻകൈ എടുക്കുന്നത്. കാരണം അധ്യാപകർ വന്നാൽ പല പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ള ചിന്തയുള്ളതുകൊണ്ട്. എൻ്റെ കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഈ സ്കൂളിലെ ഒരു പേരൻ്റായി ഇവിടെ നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് ഒത്തിരി അഭിമാനത്തോടു കൂടി പറയാം, നമ്മളെല്ലാവരും മാതാപിതാക്കൾ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് നമുക്കിവിടെ ഉള്ളത്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് അവർ തന്നെ മുൻപോട്ട് വെക്കുന്നത്, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. നമ്മളെ കണ്ട് നമ്മൾ വീടുകളിലായിരിക്കുമ്പോഴുള്ള സ്വഭാവവും ചിലപ്പോൾ നമ്മുടെ പുറത്തുള്ള സ്വഭാവവും രണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്കൂളുകളിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മാതാപിതാക്കളായ അവരുടെ അവർ വന്ന് നമ്മുടെ സ്കൂളുകളിൽ പല വേദികളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. കാരണം അവർ കാണുകയാണ് അവരുടെ അപ്പനും അമ്മയും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇവിടെ നടക്കുന്ന അധ്യാപകരുടെ കൂട്ടായ്മയിൽ അവർ സജീവമായി പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസത്തിൽ എത്രമാത്രം നമ്മുടെ മക്കൾ നമ്മളെ ഓരോരുത്തരെയും ഇവിടെ സമയത്തിനെത്താനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ പുറകെ നടന്ന് സമയത്തിനെത്താനായിട്ട് മക്കൾ നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് എത്തിയിരിക്കുന്നത്. പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം. മാതാപിതാക്കൾ സ്കൂളുകളിലേക്ക് വരുന്നത് ഏറ്റവും അതിയായി ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് നമുക്കിവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല CMAയുടെ മറ്റ് സ്ഥാപനങ്ങളിൽ ഇതുപോലെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത്. ഇത്ര സജീവമായി പ്രവർത്തിക്കുന്ന PTA. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾക്ക് വളരെ കൃത്യമായിട്ടറിയാം എവിടം വരെ പോകാം. ദേ നോ ദെയർ ബോർഡർ ലൈൻ വെരി വെൽ. എവിടെ എന്ത് വരെയാണ് ഒരു പേരൻസിന് സ്കൂളിൽ ഇൻവോൾവ് ചെയ്യാം എന്നുള്ളത് ഇവിടുത്തെ PTAയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് തോളോട് തോൾ ഒരുമിച്ച് മാതാപിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം. അതിൻ്റെ ഗുണം നമ്മുടെ മക്കൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രിവിലേജ്, ഈ ഒരു ഭാഗ്യം കിട്ടിയ ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. അതുമാത്രമല്ല മാതാപിതാക്കളുടെ ഒപ്പം തന്നെ മക്കളുടെ ഗ്രാൻഡ് പേരൻസും സ്കൂളുകളിൽ പല പ്രവർത്തനങ്ങൾക്കും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ പഠനം എന്നുള്ളതിനെ മൊത്തമായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു സായം സന്ധ്യയിൽ ഈ സ്നേഹസംഗമത്തിലേക്ക് നമ്മളെ എല്ലാവരെയും, നമ്മളുടെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ എല്ലാവരെയും എല്ലാവരെയും ക്ഷണിച്ചു. നിങ്ങളെല്ലാവരും വന്നു, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് രാത്രി ഭക്ഷണം കഴിച്ച് പിരിയുകയാണ്. ഇന്നത്തെ ഈ ഔദ്യോഗിക പരിപാടിയിലേക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇതിന് അധ്യക്ഷനായി നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ശ്രീ ബെന്നി നൽക്കര അച്ഛനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബെന്നി അച്ഛനെ ഈ യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ മുഖ്യാതിഥി ഉടനെ തന്നെ എത്തുന്നതാണ്. കളമശ്ശേരി കഴിഞ്ഞിട്ടുണ്ട്.
ഏതായാലും അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. നമ്മളുടെ സ്കൂളിൻ്റെ ഒരു നെടും തൂണെന്ന് പറയുന്നത് നമ്മളുടെ പൗലോസ് അച്ഛൻ തന്നെയാണ്. പൗലോസ് അച്ഛൻ്റെ വളരെ സൗമ്യമായ സംസാരവും മിതമായ പെരുമാറ്റവും നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ്. കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയും, അത് വളരെ സൗമ്യമായിട്ട് പറയും. ഈ ഒരു യോഗത്തിലേക്ക് പൗലോസ് അച്ഛനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 18 വർഷമായിട്ട് നമ്മളുടെ ഈ സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നത് ഹെഡ് മിസ്ട്രസ്സായ ഷൈനി മാമാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിൻ്റെ ഒരു അസറ്റാണ് ഷൈനി മാം. ഷൈനി മാമിൻ്റെ വലിയ ഒരു നേതൃത്വത്തിലാണ് സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നതും പടിപടിയായിട്ട് സ്കൂളിലെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നതും. ഷൈനി മാം ഈ സ്കൂളിന് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും നമ്മൾക്ക് വളരെയധികം ബോധ്യമുണ്ട്. ഷൈനി മാമിനെ ഈ യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഫിനാൻസ് ഡയറക്ടറുണ്ട് ആൻ്റണി അച്ഛൻ. വളരെ വളരെ സൗമ്യമായിട്ട് തന്നെ നമ്മളോട് പെരുമാറുന്ന അച്ഛനാണ്. അച്ഛൻ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇത് കിൻഡർ ഗാർഡൻ പരിപാടിയാണല്ലോ. കാര്യം എല്ലാം ചെറുപ്പക്കാരായ മാതാപിതാക്കളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഈ സ്കൂളുകളുടെ എല്ലാം ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അച്ഛനാണ്. വളരെ നാളുകളായിട്ട് ഈ സ്കൂളിൽ സേവനം ചെയ്യുന്നു. അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഗ്രാൻഡ് പേരൻസിനെയും, നിങ്ങളുടെ ഒരു പ്രസൻസ് എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ ഒരു വളരെ ബോധ്യമാണത്. ഗ്രാൻഡ് പേരൻസിൻ്റെ പ്രസൻസ് 2 കാര്യങ്ങളിൽ, ഒന്ന് ഒരു ആത്മീയ അന്തരീക്ഷം വീടുകളിൽ കൊണ്ടുവരാൻ, 2 ഒരു അടുക്കും ചിട്ടയും വരാൻ. ഇതിന് 2നും ഗ്രാൻഡ് പേരൻസിൻ്റെ പ്രസൻസ് പല വീടുകളിലും ഒത്തിരി സഹായിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട് ഗ്രാൻഡ് പേരൻസ്, എൻ്റെ മക്കളുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അപ്പം അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കളെ വളർത്തുന്നതിൽ. നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ കൊച്ചുമക്കളുടെ ഈ ഒരു സ്നേഹസംഗമത്തിലേക്ക് ഹാർദവമായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ യോഗത്തിൻ്റെ PTA വൈസ് പ്രസിഡൻ്റാണ് മുംതാസ് ഫാസിൽ. മുംതാസിനെ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും, കിൻഡർ ഗാർഡനിലെ എല്ലാ ടീച്ചേഴ്സിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളെയും കുട്ടികളെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Dear parents, our chief guest of the day has just arrived. Please welcome Mr. Sujoy Varghese. Let us welcome Mr. Sujoy Varghese once again. Please give it up to him. Now I warmly welcome our guest of honor, Reverend Father Benny Nalkara CMI, Provincial and Manager, Sacred Heart Province, for the presidential address. രാജഗിരി കിൻഡർഗാർട്ടൻ PTA-യുടെ 2024-25 അധ്യയന വർഷത്തിലെ PTA-യുടെ ആഘോഷമായിട്ടുള്ള സ്നേഹ സംഗമം, ഇതിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സിജോയ് വർഗീസ്, സ്കൂൾ ഡയറക്ടർ ബഹുമാനപ്പെട്ട പൗലോസ് കിടങ്ങനച്ചൻ, പ്രിൻസിപ്പൽ ഹെഡ് മിസ്ട്രസ് ഷൈനി മാം, ഫിനാൻസ് ഓഫീസർ ആൻ്റണി അച്ഛൻ, PTA പ്രസിഡൻറ്റ് മിസ്റ്റർ പ്രദീപ് സുഭാഷ്, PTA ഭാരവാഹികളായിട്ടുള്ള മിസ്റ്റർ മാത്യൂസ്, മിസ് മുംതാസ്, സ്നേഹമുള്ള പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, ഏറെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി രാജഗിരി കിൻഡർഗാർട്ടൻ PTA-യുടെ ഈ സ്നേഹ സംഗമത്തിൽ പങ്കുചേരുവാൻ കഴിയുന്നതിൽ. ഇവിടെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ CMI സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും രാജഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാതാപിതാക്കന്മാരുടെ പങ്ക് അത് അധ്യാപകരുടെ പങ്കിനോളം തന്നെ എപ്പോഴും വിലമതിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ
we consider you as partners in the mission of education. നിങ്ങൾ കേവലം ഉപഭോക്താക്കൾ മാത്രമല്ല, പാർട്ട്നേഴ്സായിട്ട് ഞങ്ങളുടെ പങ്കാളികൾ എന്ന നിലയിലാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിങ്ങളെ കാണുന്നത്. CMI സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം മാർഗദർശിയായി നിൽക്കുന്നത് സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണെന്ന് നിങ്ങൾക്കറിയാം. പല പ്രാവശ്യം ഇവിടെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഹാൻഡ് ബുക്കിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാൽ സ്ഥാപിതമായ CMI സഭ കേരള സമൂഹത്തിലും ഭാരതത്തിലും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തുമാത്രമുണ്ട് എന്നതിനുള്ള ചരിത്രം സാക്ഷിയാണ്. 800ഓളം കിൻഡർ ഗാർട്ടൻ മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സന്യാസ സമൂഹമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം 2031 സഭയുടെ സ്ഥാപനത്തിൻ്റെ 200ാം വാർഷികം ഞങ്ങൾ ആചരിക്കുന്ന വർഷമാണ്. അപ്പോൾ അതിനൊരുക്കമായിട്ട് ഓരോ വർഷവും ഒരു പ്രത്യേക വിഷയമെടുത്ത് അതിൻ്റെ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം CMI ഇയർ ഓഫ് ഫാമിലി, ചിൽഡ്രൻ ആൻഡ് യൂത്ത് എന്ന പേരിലാണ് ആചരിച്ചു വരുന്നത്. CMI ഇയർ ഓഫ് ഫാമിലി, ചിൽഡ്രൻ ആൻഡ് യൂത്ത്, കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള വർഷം. അപ്പം അതുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷത്തെ ഈ സ്നേഹസംഗമത്തിന്, PTA ഡേക്ക് അങ്ങനെയുള്ള ഒരു മാനം കൂടിയുണ്ട് എന്നുള്ളത് സന്ദർഭവശാൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വർഷത്തിലെ കുടുംബസംഗമം, സ്നേഹസംഗമമാണിത്. നമുക്കറിയാം, വിദ്യാഭ്യാസം പ്രക്രിയയിൽ നമ്മളുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റം അതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണ്. അവർ എങ്ങനെ പഠിക്കുന്നുണ്ട്, എങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്, അവരുടെ സ്വഭാവ രൂപീകരണം എങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്ത് അതിൽ ഇടപെടാൻ പരിശ്രമിക്കുന്നവരാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാർ, പാരൻസ് കുട്ടികളോടൊപ്പം വളരുകയാണ്. ഇവിടെ കിൻഡർ ഗാർട്ടനിൽ LKGയിലും UKGയിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാർ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലെ പ്രഥമ വർഷങ്ങളാണ്. അപ്പോൾ ആ വർഷങ്ങളിൽ അവർ സ്വാംശീകരിച്ചെടുക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. എങ്ങനെ സമൂഹത്തിൽ ഇടപഴകണം, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം, എങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, എങ്ങനെ സത്യസന്ധമായിട്ട് പെരുമാറാൻ പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മൂല്യങ്ങൾ ചെറുപ്രായത്തിൽ അവർ സ്വാംശീകരിച്ചെടുക്കുന്ന സമയമാണിത്. ഈ കാലയളവിൽ പാരൻസും എനിക്ക് തോന്നുന്നു ഈ കുട്ടികളോടൊപ്പം വളരുകയാണ്. അവർ പാരൻസ് എന്ന നിലയിൽ, മാതാപിതാക്കന്മാരെന്ന നിലയിൽ ഈ വളർച്ച അവരുടെ ജീവിതത്തിലും സംഭവിക്കുകയാണ്. എങ്ങനെ ഇവരെ ഈ രീതിയിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും? അവർ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടനിൽ ആയിരിക്കുമ്പോൾ, മറ്റ് കുട്ടികളോട് ഇടപഴകി ജീവിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മൂല്യ പരിപോഷണം, അവരുടെ ജീവിത ശൈലികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നതും തൊട്ടറിയാൻ കഴിയുന്നതും ഒക്കെ മാതാപിതാക്കന്മാർക്കാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. രാജഗിരി PTA സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരു മാതാപിതാക്കന്മാരുടെ സമൂഹമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ എക്കാലത്തും അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കന്മാർക്ക് പ്രവർത്തിക്കാൻ ഇവിടെ വലിയ ഒരു ഇടമുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ സഹകരണത്തെ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. നിങ്ങളും അത് അങ്ങേയറ്റം സന്തോഷത്തോടെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസവും. ഇന്ന് നമ്മൾ ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ വലിയ ഒരു ആഘോഷമാണ് സ്നേഹസംഗമം എന്ന പേരിൽ ഇവിടെ നടത്തുന്നത്. സത്യത്തിൽ ഇതും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വലിയൊരു സന്ദേശം നൽകുന്ന, അല്ലെങ്കിൽ വലിയൊരു ബോധനം നൽകുന്ന കാര്യമാണ്.
നിങ്ങൾ മാതാപിതാക്കന്മാർ വളരെ ആവേശത്തോടു കൂടിയിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ നേരിൽ കണ്ടിട്ടുണ്ട്. എത്രയോ ആവേശത്തോടു കൂടിയാണ്. ഞാൻ എല്ലാ PTA ആഘോഷങ്ങളിലും പറയാറുള്ള കാര്യമുണ്ട്. ഈ രാജഗിരി കിൻഡർഗാർട്ടനിലും സ്കൂളിലും പലരും കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇവിടുത്തെ PTA-യിൽ അംഗങ്ങളായി ചേരാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത്ര ആവേശത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ PTA പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഇടപഴകാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പലതരത്തിലുള്ള ഉപവിശാലകൾ സന്ദർശിച്ച് അവിടെയുള്ള ആളുകളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന മൂല്യങ്ങളെക്കാൾ ഏറെ അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും പതിയുന്ന കാര്യങ്ങളാണ്. എങ്ങനെ മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കണം, എങ്ങനെ പരസ്പര സഹകരണത്തോടുകൂടി സമൂഹത്തിൽ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ മൂല്യങ്ങളാണ് ഈ സംഗമത്തിലൂടെയൊക്കെ ഇവർക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, സ്നേഹസംഗമം എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലെ ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു. പ്രണയദിനമാണ്, സ്നേഹത്തെ ഓർമ്മിക്കുന്ന ആഘോഷിച്ച ദിവസമാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, AI. ഞാൻ ഈ AI എന്നുള്ള വാക്ക് ഇങ്ങനെ എഴുതിയിട്ട് ഒരുമിച്ച് നമ്മളത് വായിക്കുമ്പോൾ I എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വായിക്കാം, അല്ലേ? A എന്ന് വായിക്കാം, അല്ലെങ്കിൽ I എന്ന് വായിക്കാം. അപ്പോൾ ഈ I ലവ് യു എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയും വേണമെങ്കിൽ നമുക്ക് I ലവ് യു എന്ന് പറയാം. അത്തരത്തിലൊരു കഥ ഈ ദിവസത്ത് വായിച്ചു ഓർക്കുകയാണ്. മലയാളത്തിൽ ശ്രദ്ധേയായ മുതിർന്ന ഒരു കഥാകാരിയാണ് ഗ്രേസി എന്നുള്ള എഴുത്തുകാരി. അവരടുത്ത നാളിൽ ഒരു മാഗസിനിൽ എഴുതിയ ചെറിയൊരു കഥയാണ്. AI എന്നാണ് അതിൻ്റെ പേര്. ആ കഥയിൽ ഒരു പെൺകുട്ടി AI സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ നിരന്തരമായിട്ട് അവളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്നു. നമുക്കറിയാം, ChatGPT-യിലും AI-യിലും ഒക്കെ നമുക്ക് എന്തും ലഭ്യമാണ്. നമ്മുടെ എല്ലാ സംശയത്തിനും ഉത്തരവുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഈ പ്രസംഗം പറയുന്നതിന് മുമ്പ് കിൻഡർഗാർട്ടൻ PTA മീറ്റിംഗ് എന്ന് അടിച്ചു കൊടുത്താൽ പറയേണ്ട ഒരു പ്രസംഗം വേണമെങ്കിൽ കിട്ടും. അത്രമാത്രം നമ്മൾ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ AI-യോട് ഈ പെൺകുട്ടിക്ക് താല്പര്യമായി, അത് പ്രണയമായിട്ട് വളർന്നു. ഒടുവിൽ അവൾ അത് പ്രകടിപ്പിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്തു, I ലവ് യു. അപ്പോൾ അതിന് AI സംവിധാനം ഉത്തരം കൊടുത്തു എന്നാണ്. ഇതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിത സ്നേഹം മാത്രമേ നമുക്ക് ലഭിക്കൂ. അവിടെ നിർമ്മല സ്നേഹത്തിന് പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. നമ്മൾ മനുഷ്യരെന്ന നിലയിൽ സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ എത്രമാത്രം നിസ്വാർത്ഥമായിട്ടും എത്രമാത്രം പരോന്മുഖതയോട് കൂടിയിട്ടുമൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ, ആ സ്നേഹം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ബിലോങ്ങിങ്നെസ് ആൻഡ് പൊസസീവ്നെസ് എന്ന് 2 വാക്കുകൾ. രണ്ടിൻ്റെയും അർത്ഥം സ്വന്തമാക്കുക എന്ന് തന്നെയാണ്. പൊസസീവ്നെസ് എന്ന് പറയുന്നത് സ്വാർത്ഥപരമായ സ്വന്തമാക്കലാണ്. ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സ്വന്തമാക്കലാണ്. എൻ്റെ സ്വന്തം എന്ന് 2 അർത്ഥത്തിൽ നമുക്ക് പറയാം. പക്ഷേ നിലനിൽക്കാൻ പോകുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സ്വന്തമാക്കലിനെയാണ്, സ്നേഹിക്കലിനെയാണ്. അതാണ് ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാർ രാജഗിരി കിൻഡർഗാർട്ടനെ ഓൺ ചെയ്യുന്നു, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് കാണിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇവിടെ നിങ്ങളുടെ സജീവമായ പ്രവർത്തനവും ഈ സ്നേഹസംഗമവുമൊക്കെ. ഈ സ്നേഹസംഗമത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ഈ സമൂഹത്തിനും കൊടുക്കുന്ന വലിയ സന്ദേശം, നമ്മുടെ സ്നേഹം അത് സ്വന്തമാക്കലിൻ്റെ സ്നേഹമല്ല, നേരെ മറിച്ച് അത് സെൻസ് ഓഫ് ബിലോങ്ങിങ്, നിസ്വാർത്ഥ നിറഞ്ഞ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പാഠങ്ങളിലൊന്നും ഇതുതന്നെയാണ്. മനുഷ്യർ സ്വാർത്ഥപരമായി സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്ത്
നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, ലാഭേച്ഛ കൂടാതെ സ്നേഹിക്കാൻ, എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ ശൈലി, അത് നമ്മൾ പങ്കുവെക്കുന്ന വേദിയാണ് ഇതുപോലുള്ള മാതാപിതാക്കന്മാരുടെ സംഗമവേദി, സ്നേഹസംഗമത്തിൻ്റെ വേദി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു സ്നേഹസംഗമം എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ഈ വിദ്യാലയത്തെ, ഇതിൻ്റെ PTA-യുടെ ഈ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും സമ്പന്നമാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് രാജഗിരി PTA-യുടെ സ്നേഹസംഗമത്തിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Reverend Father, for your warm words. It is now time to hear from our chief guest of the day. Our absolute pleasure to welcome a man of many talents to the stage today. Someone who has left a lasting impact in the world of cinema, advertising and beyond. Mr. Sijoy Varghese. Let us know more about him through a short clip. Champion for John's Umbrella, carving out a niche for himself in the advertising industry. He climbed the ladders of success and accomplished himself as a trustworthy ad filmmaker of the country. Sijoy Varghese. Now his company, TVC Factory, is one of the leading advertisement film production houses with 500 plus ad films and corporate films to its credit and is spread across India and the UAE. He also owns The Amazing Stars, the most sought after celebrity management company in South India. He won several accolades proving his expertise in the media industry, such as the General Secretary of IAM, the Indian Ad Filmmakers Association, Goodwill Ambassador of Jana Maitri Police's Road Safety Campaign, National Blind Football Federation. He was honored with the Kerala State and Children Film Society Awards for the Best Short Films, FWD Lifestyle Award for the Stylish Supporting Actor, Asianet Special Jury Award, and Asia Vision Best Supporting Actor Award for the character Saint Peter in the movie James and Alice. During his late 30s, Sijoy Varghese entered the world of film acting, few of his films being Bangalore Days, Avadaram, James and Alice, Adi, Kolambi, Deliver, Lucifer, Ittimani Made in China, Bro Daddy, Lal Bag, The Hope, and many more. His style and charisma in Bangalore Days attracted great fan following, and his role as the coach remained unchallenged in all the remakes. Now we see him more in other language movies like Nana with Sashi Kumar and Thala Ajit's Thunivu. An actor, ad filmmaker, brand consultant, event director, producer, writer. Sijoy Varghese is indeed a complete media personality. Ladies and gentlemen, put your hands together for the one and only Sijoy Varghese. സ്നേഹമുള്ള ബെന്നേച്ച, പോലീസച്ച, അന്നേച്ച, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള PTA ഭാരവാഹികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വൈകിയെത്തിയതിൽ പരിഭവിക്കരുത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ ഇന്നാണ് എത്തിയത്. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചലിൽ പിന്നെ പ്രദീപ് എന്നോട് പറഞ്ഞ് ഇന്ന് ഇവിടെ കളർ തീമൊക്കെ ഉണ്ട്, അവർ എല്ലാവരും നിയോൺ ഷർട്ടുകളൊക്കെയാണ് ഇടുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയിട്ട് ഒരു ഷർട്ട് പോലും കിട്ടിയില്ല. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു അച്ഛന്മാരൊക്കെ വെള്ളയായിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ വെള്ള തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് എത്തിയതാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഷർട്ട് എനിക്കും തന്നേക്കുക. PTA ഭാരവാഹികളൊന്ന് ശ്രദ്ധിക്കുക. രാജഗിരി എപ്പോഴും ഒരു ഓളമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പകാലത്ത് രാജഗിരി പഠിക്കാൻ പറ്റാത്ത സങ്കടം എനിക്കുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എടപ്പള്ളിയിലാണ് താമസിച്ചിരുന്നത്. അന്ന് രാജഗിരിയിലൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ജാടയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയും, ഇവന്മാരുടെയൊക്കെ ഒരു ഭാഗ്യമേ. കാരണം പിന്നീട് അവർക്ക് റോസ അസോസിയേഷനുണ്ട്, അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നന്നായി പോകുന്നു. അപ്പോൾ രാജഗിരി എപ്പോഴും ഞാൻ വളരെ താല്പര്യത്തോടു കൂടി കണ്ടിരുന്നതാണ്. പിന്നീട് ഇങ്ങനെ മൂന്ന് മക്കളെ ഒരുമിച്ച് ചേർക്കേണ്ടി വരുന്നത് കാരണം മാത്രം രാജഗിരിയിൽ എനിക്ക് അന്ന് ശരിയായില്ല. ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞ സമയത്ത് ആന്റണീച്ചൻ എനിക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തതെന്നാണ് ഇപ്പോഴും ആന്റണീച്ചൻ്റെ സ്നേഹാദരവാണ് രാജഗിരി എന്ന് ഓർക്കുമ്പോൾ. എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരുന്നത്, ചെറുപ്പത്തിൽ എൻ്റെ പേരൻസ് ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ഈ സ്കൂളിലൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും
എൻ്റെ ചാച്ചനും അമ്മച്ചിയൊക്കെ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇത് ഞങ്ങളെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത്. അവർ ഞങ്ങളുടെ കൂടെ വന്നിരിക്കും, ഞങ്ങളുടെ ചെറിയവും വലുതുമൊക്കെ ആയിട്ടുള്ള കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിരിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും നല്ല മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് വിലയുള്ള മനുഷ്യരാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മയുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ഇന്ന് അച്ഛൻ സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. രാജഗിരി കിൻഡർഗാർട്ടനിലേക്ക് വരുന്നത് തന്നെ പേരൻസിന് PTA കൂടെ ഭാഗമാകാൻ വേണ്ടിയാന്നുള്ള ഒരു രഹസ്യവും കൂടെ എനിക്കിന്ന് മനസ്സിലായി. അത് കൊള്ളാം. കാരണം ഒരു കുടുംബം പോലെ ഫീൽ ചെയ്യുന്ന ഒരു വലിയ സമൂഹമായിട്ട് രാജഗിരി PTA മാറിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഒരിക്കലിവിടെ വന്നിട്ടുണ്ട്. അന്ന് മിസ്റ്റർ ജോട്ടൻ ആൻ്റണിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ചീഫായിട്ടുണ്ടായിരുന്നത്, പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. അന്ന് ഐ തിങ്ക് ഇറ്റ് വാസ് എ ക്രിസ്മസ് പ്രോഗ്രാം. അന്ന് ബെന്നിച്ചൻ ഒരു നല്ല കാര്യം പറഞ്ഞത് ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. അച്ഛൻ എൻ്റെ പേരിലുള്ള സിജോയ് എന്നുള്ള പേരിലെ ജോയ്, അച്ഛനത് ഇഷ്ടപ്പെട്ടു. ജോയ് സത്യത്തിൽ രാജഗിരിയിലുള്ള ഓരോ മുഖങ്ങളും കാണുമ്പോഴും എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഒരു ജോയ്, നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം നമ്മുടെ മുഖത്തുണ്ട്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് ജീസസ്, അതേഴ്സ് ആൻഡ് യു എന്ന് പറയുന്നതാണ് ജോയ്, JOYയുടെ ഒരു സാരാംശം അതാണ്. ദൈവികമായൊരു നല്ല ചിന്ത അച്ഛനിൽ നിന്ന് അന്ന് തന്നത് എൻ്റെ മനസ്സിൽ സ്നേഹത്തോടെ നിലനിൽക്കട്ടെ. എപ്പോഴും ദൈവികമായ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ തിരക്കിൻ്റെ ഇടയിലൊക്കെ ദൈവത്തിനെ മാറ്റി നിർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ഒരിക്കലും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. പ്രദീപ് എന്നോട് പറഞ്ഞത്, ഇന്ന് എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. നിങ്ങൾ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ട് വരാം. ഇവിടെ ഒരു കോഡ്ലെസ് ബൈക്കൊക്കെ റെഡിയാണ്. സോ അതിനു മുമ്പ് ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. കുടുംബത്തെ ഏറെ സ്നേഹിച്ചിട്ടുള്ള വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നാമധേയത്തിലുള്ള CMI കോൺഗ്രിഗേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമൊക്കെ CMI വൈദികരുടെ, CMI നേതൃത്വത്തിൻ്റെ ഒരു വലിയ ഒരു പങ്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതിലുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ വിശ്വാസത്തിലോ ഒക്കെ പെട്ടവരാണെങ്കിലും രാജഗിരിയിൽ ഒരു കുഞ്ഞിനെ ചേർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭാരം കുറഞ്ഞിട്ടില്ലേ? സത്യമായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ രാജഗിരിയിലേക്ക് വരുമ്പോൾ നല്ല ഒരു അധ്യാപകരുടെ കയ്യിലേക്ക്, നല്ലൊരു മാനേജ്മെൻറ്റ് കയ്യിലേക്ക് എൻ്റെ കുഞ്ഞിനെ കൊടുക്കുക എന്ന് പറയുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഗ്രാൻഡ് പേരൻസിനെ കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പം കളിക്കാൻ വിടണം. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. അതെത്ര ദൂരെയാണെങ്കിലും അതിൻ്റെ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഗ്രാൻഡ് പേരൻസിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ വലുതാകുമ്പോൾ നല്ല കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അത് എനിക്കറിയാവുന്ന ഒരു വലിയ രഹസ്യമാണ്. ഞങ്ങളൊക്കെ 2 മാസം നാട്ടിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ചാച്ചൻ്റെ സൈഡിലും അമ്മച്ചിയുടെ സൈഡിലും ഒക്കെയുള്ള വീട്ടിലെ വലിയപ്പച്ചന്മാരെയും വലിയമ്മച്ചിമാരെയൊക്കെ കൂട്ടത്തിൽ നിർത്തും. അന്ന് അവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, ആ ജീവിതത്തിൽ വിശ്വാസത്തിനും ദൈവത്തിനും പ്രാധാന്യം കൊടുത്ത് വളരേണ്ടതിൻ്റെ കാര്യങ്ങൾ, മുതിർന്നവരെ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ, വീട്ടിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം, മാതാപിതാക്കളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത്, വീട്ടിൽ ചീത്ത പുസ്തകങ്ങളോ ചീത്ത സിനിമകളുടെ കാസറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും സൂക്ഷിക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണങ്ങളൊക്കെ അന്ന് എൻ്റെ ഗ്രാൻഡ് മദർ ഇതൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചാവറ പിതാവ് എഴുതിയിട്ടുള്ള ചാവരുൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. കാലങ്ങൾക്കിപ്പുറമാണ് ഞാൻ ചാവരുളൊക്കെ വായിക്കുന്നത്. CMI വൈദികരായ ഫാദർ റോബി, ഫാദർ റോയ്, ഇരട്ട സഹോദരന്മാരെ ഒരു ദിവസം ഞാൻ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഞാൻ ആ സമയത്ത് ചാവറയുടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കണം. ഒരു നൂറ്റാണ്ട് മുമ്പാണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം കണക്റ്റഡ് ആയിട്ടാണ് ചാവറ പിതാവിൻ്റെ ഒരു ദീർഘദർശനം.
നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ചില മോശം പുസ്തകങ്ങളോ മോശം കാസറ്റോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് അത് പിള്ളേർ കാണുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വീട്ടിലെ മദ്യം പോലും വീട്ടിൽ നിന്നും മാറ്റി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരേണ്ടതും കേട്ട് വളരേണ്ടതുമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഴുവൻ നമ്മൾ പേരൻസാണ്. നമ്മളിലേക്ക് നോക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഉത്തമ മാതൃകയാകുവാൻ സാധിക്കട്ടെ. രാജഗിരിയിലുള്ള മുഴുവൻ പേരൻസിനെയും ഞാൻ അനുമോദിക്കുന്നു. എന്നോട് ചോദ്യങ്ങളുണ്ടാകും എന്നുള്ള തോന്നുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ആരെങ്കിലും വന്നത് കോർഡിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല കാര്യം. എന്ത് ചോദ്യം ചോദിച്ചോട്ടാ. സിനിമയൊക്കെ കാണാറുണ്ടോ? ഉണ്ടോ? ചേട്ടൻ്റെ സിനിമയിലൊക്കെ വല്ലപ്പോഴും കണ്ട് കൈയടിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ കൈയടിക്കാനുള്ള സാധ്യതകളുള്ള റോളുകളൊക്കെ വരട്ടെ. നമ്മൾ നല്ല സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കണം. നിങ്ങളൊരിക്കലും അങ്ങനെ കള്ള സി ഡി ഒന്നും കാണുന്ന ആൾക്കാരല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ സിനിമയൊന്നും കാണാറില്ല. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പൈസ കൊടുത്തൊക്കെ തന്നെയാണ് സിനിമ കാണുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഭയങ്കര റിഫ്ലക്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു നുണയൊക്കെ പറയാമെന്നൊക്കെ പിള്ളേർക്ക് തോന്നുന്നത് എൻ്റെ മോൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ അതേടാ അതേ നോർത്ത് പാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, അപ്പം ഇവിടെ എവിടെയാണ് നോർത്ത് പാലം എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പിള്ളേർ നമ്മളെ അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടി നിൽക്കുക. ചെറുതാണെങ്കിലും തമാശയ്ക്കാണെങ്കിലും ആ സമയത്തുള്ളൊരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാണെങ്കിലും കാര്യങ്ങളിൽ നുണ കലർത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളത് പിടിച്ചെടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഏറെ സ്നേഹത്തോടെ കാണാൻ നിൽക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം ഇന്നിവിടെ കഷ്ടപ്പാട് സഹിച്ച് എത്തിയിട്ടുള്ള ഗ്രാൻഡ് പേരൻസിനും ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് വളരെ ചെറുപ്പമാണ്. ഞാൻ ഒരു ചെറിയ റിക്വസ്റ്റ് തരാം. നമ്മുടെ കുടുംബത്തിൽ ധാരാളം മക്കളുണ്ടാവണം. നിങ്ങളിപ്പോൾ 1-2 മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, അത് പോരാ. നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെയൊക്കെ കഷ്ടപ്പാടുണ്ടാവുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക. നിങ്ങളെ ചില ചേട്ടന്മാരൊക്കെ ചേച്ചിമാരെയൊക്കെ സ്നേഹപൂർവ്വം നോക്കുകയാണ്. നോക്കിക്കോളൂ, നിങ്ങളുടെ വീട്ടിൽ ധാരാളം മക്കളുണ്ടാവട്ടെ. കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമാണ്. കൂടുതൽ മക്കളുണ്ടാകാൻ തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. അതിന് രാജഗിരിയിൽ ഒരു പ്രത്യേക കൺസെഷനൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. 3ാമത്തെ കുഞ്ഞു മുതൽ രാജഗിരിയിൽ ഫീസിൻ്റെ ഇളവൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യും. നമുക്ക് സംസാരിക്കാമല്ലോ, PTA ഇല്ലേ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ സിബ്ലിംഗ് കൺസെഷൻസൊക്കെ വരട്ടെ, ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവിയും അപ്പോൾ രാജഗിരി സ്കൂൾ മാനേജ്മെൻറ്റിലെ നല്ല പേരൻസ്, ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ പേരൻസും വളരെ സ്നേഹപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ നല്ല സാഹചര്യങ്ങൾ വളർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു സന്ദേശം എനിക്ക് തോന്നുന്നത്, എൻ്റെ വീട്ടിൽ ചെറിയ കുഞ്ഞ്, ഇപ്പോൾ എൻ്റെ 50 വയസ്സ് അടുത്ത പ്രായത്തിൽ എൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞിന് ഒരു 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു അർത്ഥവും, പിന്നെ നമ്മുടെ ഈ മൂത്ത 2 പിള്ളേർ അവർ 21, 23, 20 വയസ്സൊക്കെ ആയി. അവരിങ്ങനെ പോകുമ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ചില സന്തോഷ വർത്തനം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാവട്ടെ. അതിനുവേണ്ടിയുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. മൈക്കൊന്ന് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഒന്ന് പോവോ. കുട്ടികൾക്കോ പേരൻസിനോ അമ്മമാർക്കോ അതൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധത്തിന് ഞാനൊരു വലിയ പ്രാധാന്യം എൻ്റെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹമുള്ളൊരു ഓർമ്മയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ. ഏറ്റവും ചെറിയ ക്ലാസ് മുതലുള്ള എല്ലാ ക്ലാസ് ടീച്ചേഴ്സിൻ്റെയും പേരും എനിക്കറിയാം. എനിക്കതിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ ഫോർമേഷൻ്റെ ആദ്യ സ്റ്റേജ് നമ്മുടെ ഒരു 10 വയസ്സിനുള്ളിൽ തീരും. 5-6 വയസ്സ് വരെ, പിന്നെ ഒരു 7 തൊട്ട് 10 വരെയൊക്കെയാണ് ആ ബേസിക് ക്യാരക്ടർ ഫോർമേഷൻ. ഈ സമയത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ നിർണായകമായൊരു സ്വാധീനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നത്. എൻ്റെ ചാച്ചനും അമ്മച്ചിയും ചെറിയ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നവരാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ സ്റ്റുഡൻസിനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വീട്ടിലൊക്കെ വരുമ്പോൾ ഇവരൊക്കെ വലിയ സ്റ്റുഡൻസായി കഴിഞ്ഞതിന് ശേഷം പഴയ സാറിനെയും ടീച്ചറിനെയൊക്കെ കാണാൻ വരുമ്പോൾ
ചിലപ്പോൾ ഒരു കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെ വന്ന് ഈ എൻ്റെ പേരൻസിന് കൊടുക്കുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ പോലും ചിലപ്പോൾ ചെറിയ ഒരു മിഠായിയോ ഒരു കേക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ കാലത്തെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഈ ടീച്ചേഴ്സ് സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന് തുല്യമായൊരു റോളിലാണ് അവർ നിൽക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, രാജഗിരി മാനേജ്മെൻറ്റിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ഏറ്റവും നല്ല അധ്യാപകരുള്ള, ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള ദൈവികമായൊരു സാഹചര്യം, നമ്മുടെ ജാതിയും മതമൊക്കെ എന്തും ആയിക്കോട്ടെ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു സ്ഥാപനം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബം, ഈ രണ്ട് കാര്യങ്ങളും മാച്ച് ചെയ്ത് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തമായ രീതിയിൽ അവർക്ക് ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. കാരണം അവർക്ക് അതിനുള്ളൊരു കരുത്ത് കിട്ടുന്നത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ നിന്നാണ്. ആ കരുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെ സമ്പന്നമായ ഒരു രാജഗിരിയുടെ ഭാഗമാകുവാൻ എനിക്കും അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാനും സന്തോഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ അധ്യാപകരെയും കൂടെ, കുഞ്ഞുങ്ങളുടെ അധ്യാപകരെയും കൂടെ ഓർക്കുക. നിങ്ങളുടെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പമുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ ആയിട്ട്. ഞാനിങ്ങനെ എൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് നന്നാവണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും കഷ്ടപ്പാടൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. അത് ഏത് ക്ലാസ്സിലാണെങ്കിലും കേട്ടോ, അതൊരു ചെയിൻ നെറ്റ്വർക്കാണ്. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് പുഷ് ചെയ്ത് പോയാലും ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇടപഴകുന്ന കൂട്ടുകാരിൽ നിന്ന് കിട്ടാനിടയുള്ള എല്ലാ ബാഡ് ഇൻഫ്ലുവൻസിനെയും നമ്മൾ ചെറുക്കണം. അതിനുവേണ്ടി ഒരു ശക്തമായ ശ്രമം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സിനിമകളൊക്കെ കാണുക, നല്ല സിനിമകൾ പ്രോത്സാഹിപ്പിക്കുക, മോശം സിനിമകൾക്ക് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാതിരിക്കുക. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷം അയ്യോ ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു എന്നൊന്നും പറയണ്ട. എല്ലാ സിനിമയും നമ്മുടെ കുടുംബങ്ങൾക്കുള്ളതല്ല. കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സിനിമ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പോയി കണ്ടിരിക്കണം. കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കല്പമാണ് കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോഴും ഒരു അപ്പൻ്റെയും ഒരു അമ്മയുടെയും കൂടെ 30 വർഷം ജീവിച്ചിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് പോലും റോള് വെളിപ്പെടുത്തി ഒരു 3 വർഷം പബ്ലിക് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയത്. സോ 30 years ഹി വാസ് വിത്ത് ഫാമിലി. അപ്പോൾ ഒരു കുടുംബത്തിന് ദൈവം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല എന്ന് കരുതുന്നു, സമയക്കുറവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തുന്നു. രാജഗിരി കിൻഡർഗാർട്ടൻ സ്കൂളിൻ്റെ PTA ഫെസ്റ്റിനും നിങ്ങളുടെ സ്നേഹസംഗമത്തിനുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ നാടിനും നമ്മുടെ രാജ്യത്തിനൊക്കെ വലിയ അഭിമാനമായി മാറട്ടെ. സ്നേഹമുള്ള നല്ല കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും സമ്മാനവുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവരുടെ നമ്മുടെ ഇഷ്ടത്തിന് അവരെ വളർത്താനും ഒക്കെ ഉള്ള ഒരു വലിയ അനുഗ്രഹം നിങ്ങൾ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം. ബൈ. Thank you, Mr. Sijoy, for your inspirational words. Creativity leads to thinking, thinking leads to knowledge, knowledge makes you great. It's that time of the evening to acknowledge the creative talents of our little ones. I invite Ms. Sini Krishnan, faculty of Rajagiri Kindergarten, to read out the names of the Kalamela prize winners of Junior Kindergarten. Good evening, one and all. We will now have the prize distribution ceremony for the Junior KG. Parents, kindly note the following points. If the child is not present when the name is called, the prize will be sent home on the next working day. Kindly entrust the Junior Coral and Junior Sapphire children to Mrs. Bindu Anthony, Junior Topaz and Junior Amethyst to Ms. Sharanya, Junior Emerald and Junior Garnet to Ms. Gina, Junior Jade and Junior Ruby to Mrs. Rebecca. The classes will be called in the following order: Junior Coral, followed by Junior Sapphire, Junior Topaz, Junior Amethyst, Junior Emerald, Junior Garnet, Junior Jade and Junior Ruby. I invite our chief guest,
Mr. Sujoy Verghese, to do the honor of presenting the prizes to our winners. Please, sir. We'll start with junior choral. Adam Paul. He is absent. Aganya Balu N. Promising performance in singing Malayalam. Aksha Issa Maria. She is also absent. Anne Mia Biju. Rising talent in fancy dress. Krisa Binu. She is absent. Cyril Joe Taragan. He is also absent. Edom Abram Bobby. He is absent. Gabriela Elisa Mithun. He is also absent. Jane Kurian. Absent. Kenneth Nixon. Promising performer in action song English. Liana Matthew K. Awesome achiever in fancy dress. And rising talent in action song English, promising performance and coloring with crayon. Lydia Jennifer Matthew, she's absent. Madhav Ashwin Menon, star performer in action song English, rising talent in storytelling Malayalam, promising performer in action song Malayalam, storytelling English and singing Malayalam. Nora Sobi Matthew, promising performer in fancy dress, she's absent. Pratibha Paul, rising talent in solo dance, absent. Sarah Maria Faiz, promising performer in clay modeling, coloring with crayon and fancy dress. Steve Sebin, star performer in coloring with crayon, he is absent. Zidan Zaki, promising performer in fancy dress. Parents, I request you to please clap for them and encourage them. Just give them a big round of applause, please. Now move on to Junior Sapphire. Aradhya Ajit, promising performer in solo dance. Agnes Dineep, awesome achiever in singing Malayalam, star performer in fancy dress, promising performer in action song English, action song Malayalam and storytelling English. Alaina Ajin, promising performer in clay modeling and fancy dress. Amelia Kate Roldan, she is absent. Bhuvana Nair SB, star performer in solo dance and promising performer in coloring with crayons. Devansh Manoj, promising performer in coloring with crayons. Elvis Bibin, promising performer in clay modeling. Ivanka Mariam Linto, star performer in action song Malayalam, fancy dress, rising talent in action song English and promising performer in storytelling Malayalam. Hannah Elizabeth J, star performer in solo dance, rising talent in action song Malayalam and singing Malayalam, promising performer in storytelling English and fancy dress. Joseph Matthews, star performer in storytelling Malayalam, fancy dress, promising performer in action song Malayalam and storytelling English. Caitlin Amelia Jean, awesome achiever in coloring with crayons, action song English, rising talent in storytelling English, star performer in clay modeling, singing Malayalam, solo dance and fancy dress.
Lisa Mariam George, she is absent. Tom Anthony Paikada, he's also absent. Zara Mariam Ijaz, absent. Zidan Salman, he's also absent. Junior Topaz, Alia Mary George, rising talent in fancy dress. Alice Teresa, star performer in clay modeling, promising performer in coloring with crayons. Anya Rose George, rising talent in action song English, promising performer in fancy dress. Dheerav Krishnan V, promising performer in fancy dress. Emma Gopakumar, awesome achiever in solo dance. Emin Faizan Ajaz, promising performer in clay modeling and fancy dress. Evelyn Baston, absent. George Kurianti, awesome achiever in fancy dress. Emma Jean, awesome achiever in fancy dress. Jay's Woman Korean, he's Krishna Sitara Ashok, promising performer in fancy dress. Christine Joseph, promising performer in action song English. Marin Mamin, awesome achiever in coloring with crayons. Naveen Varghese Matthew, awesome achiever in singing Malayalam, rising talent in action song English, promising performer in coloring with crayons and fancy dress. Nora Ann Matthews, star performer in memory test and promising performer in clay modeling. Sarah Abraham, promising performer in clay modeling. Teresa Eluatengal, promising performer in fancy dress. Zaya Anwar, star performer in solo dance. Now we will have the next class junior amethyst. Adam Jose Jomi, promising performer in action song English. Amelia Ajit Kalur, rising talent in memory test and fancy dress. Anika Sandeep is absent. David Thomas, he's also absent. And Iton Sean, absent. Hale Lid Jiffin, promising performer in singing Malayalam. Irene Saira Grigori, awesome achiever in storytelling English and solo dance, star performer in action song English and fancy dress, rising talent in action song Malayalam,
promising performer in clay modeling and singing Malayalam. John Soni Painadat, absent. Martha Anna Sujin, promising performer in singing Malayalam and promising performer in memory test. Michael Anthony Jose, promising performer in action song English and clay modeling. Muhammad Adam Ibrahim, promising performer in fancy dress. Naila is absent. Naira Jose, star performer in action song Malayalam, promising performer in clay modeling, coloring with crayons and solo dance. Sapta Rohit T, star performer in storytelling English and promising performer in action song Malayalam. Zara Grace Davis, awesome achiever in coloring with crayons and fancy dress, promising performer in clay modeling. Thank you so much, sir, for graciously presenting the prizes. You may now kindly take your seat. I request Reverend Father Benny Nalkara CMI, Provincial and Manager, to give away the prizes. Please, Father. Now we'll start with Junior Emerald. Abraham Mohan, he is absent. Adam Riz Najib, promising performer in clay modeling, he is also absent. Amrin Mariam, awesome achiever in memory test, star performer in coloring with crayon, rising star in clay modeling and promising performer in singing Malayalam. Gauri Vivek, star performer in action song English and solo dance, promising performer in storytelling Malayalam and singing Malayalam. Isha L. Nair, rising talent in fancy dress. Ishan K. Pandit, promising performer in fancy dress. Marianne Divin, absent. Naidik V, awesome achiever in clay modeling, star performer in fancy dress and rising talent in coloring with crayons. Natalia Cicely David, she is absent. Raif Hamdan, star performer in fancy dress. Ria Chako is absent. Sara Mariam absent. Cyrene Gora, she is also absent. Now moving to the next class, Junior Garnet. Adam Paul Anand, star performer in coloring with crayon. Abram C. Anup, star performer in singing Malayalam and promising performer in clay modeling. Angela De Cruz, awesome achiever in clay modeling, promising performer in fancy dress and memory test. Anya Swati Suraj, star performer in coloring with crayon. Chris Malyakal is absent. Emma Maria Alexander, awesome achiever in fancy dress, star performer in action song English, action song Malayalam,
singing Malayalam, and promising performer in solo dance. Eva Elizabeth Clinto, awesome achiever in action song English, fancy dress, star performer in singing Malayalam and storytelling English, promising performer in coloring with crayon. Hannah Matthew, awesome achiever in storytelling English, star performer in storytelling Malayalam, promising performer in coloring with crayons and solo dance. Jacqueline Jo Manuran, awesome achiever in action song English and singing Malayalam, rising talent in action song Malayalam, storytelling English, and promising performer in clay modeling. Janna Nazir, promising performer in coloring with crayons. Jean Jitin Podeyadu, awesome achiever in action song Malayalam, storytelling English and solo dance, promising performer in action song English. Mavis Arun Alex, rising talent in solo dance and promising performer in coloring with crayons. Nihara B. Solomon, promising performer in coloring with crayons and fancy dress. Shrestha R. Ranjit, promising performer in clay modeling. Rian Arun, awesome achiever in storytelling Malayalam, star performer in memory test, rising talent in fancy dress, promising performer in action song English and clay modeling. Zakwan Zaidi, promising performer in fancy dress. Now we will start with Junior Jade. Anvin K. Sajid, promising performer in storytelling Malayalam. Now we'll have Junior Ruby. Sorry, we'll have now the prize distribution ceremony for Junior Jade. Anvin K. Sajid, promising performer in storytelling Malayalam. He is absent. Ira Mariam, action song Malayalam. He is a promising performer and in solo dance. Ira Mariam, promising performer in action song Malayalam and solo dance. Eva Mary Paul, promising performer in action song English and memory test. Isabel Ann George, promising performer in coloring with crayons. Ishani A is absent. Jeremy Varghese Sanjit, rising talent in singing Malayalam and solo dance, promising performer in action song English, action song Malayalam, storytelling English and storytelling Malayalam. He is absent. Joanna Joseph, awesome achiever in solo dance, rising talent in action song English and storytelling Malayalam, promising performer in action song Malayalam and clay modeling. Jordan George Sanit, awesome achiever in clay modeling and star performer in fancy dress. Carol Sobby,
rising talent in action song Malayalam and promising performer in action song English, storytelling Malayalam and singing Malayalam. Samruddha Vimal Shankar, rising talent in action song Malayalam, promising performer in clay modeling and fancy dress. Tanmaya Mithun, promising performer in coloring with crayon. Tia Teresa is absent. Moving to Junior Ruby, Abram Arun Dominic, rising talent in fancy dress. Aditi H, star performer in solo dance. Ali Humam, rising talent in coloring with crayons. Anna Maria is absent. Beyonce Bella Franklin, awesome achiever in fancy dress. Isabel Jojo, rising talent in coloring with crayons, promising performer in action song English and action song Malayalam. Isaiah Samuel Koruth, rising talent in fancy dress, promising performer in action song English and storytelling Malayalam. Jeron Jordi is absent. Joachim is absent. Joanne Thomas absent. Joe Stephen Netour, rising talent in clay modeling. Joseph Sebastian is absent. Kiara Yu Shenoy absent. Nicole Mary Isaac, star performer in clay modeling, rising talent in storytelling English and promising performer in coloring with crayons. Noah Mariam Wilson, star performer in memory test. Ryan Dev Suresh is absent. Sarah Rose Anik, rising talent in singing Malayalam and coloring with crayons, promising performer in storytelling English. Sarah Syriac, star performer in fancy dress. Trayambaka PM, awesome achiever in solo dance, star performer in action song English, clay modeling, memory test and fancy dress, rising talent in action song Malayalam and singing Malayalam. With this, we have come to the end of the prize distribution ceremony. Thank you, Reverend Father. Thank you. I Share, spreading the joy of giving. I Share is a heartfelt initiative by the Rajagiri Public School and Kindergarten PTA, started in 2009 to nurture the spirit of sharing among students. Through this, every child sets aside just ₹1 a day to support less privileged brothers and sisters, fostering a lifelong habit of kindness and generosity for each Rajagirian. During this academic year, from June to December 2024, the contributions collected through iShare have been used for various welfare activities, making a real difference in the lives of those in need.
This year, the PTA of Rajagiri Kindergarten is honored to extend a helping hand by donating rupees 3 lakhs to support 6 children undergoing cancer treatment. Since all parents could not be present, we have one of the representatives here. May I invite Mr. Sonu John to please come forward to collect the check. Also requesting our esteemed guests to present the check to the families, symbolizing hope, care, and the power of collective generosity. PTA Sports Day was held on the 18th of January, where parents actively participated in various sports and won numerous medals. This year, the Rolling Trophy, sponsored in loving memory of Mr. Jose K. George, has been awarded to the senior KG parents. May I kindly request the senior KG parents to come up on the stage to receive the Rolling Trophy. I invite our director, Reverend Father Paulos Kirangan, to do the honors. Thank you, thank you. Thank you is such a prayer that cannot be seen or touched. It must be felt from the heart. I call upon Mr. Naveen Nettar, PTA Executive Committee member, to propose the vote of thanks. Good evening, all. Respected people on the dais, Reverend Father Benny Nalkara CMI, Provincial and Manager, our Chief Guest, Mr. Sijoy Varghese, Reverend Father Paulos Kirangan CMI, Director, Rajagiri Public School and Kindergarten, Reverend Father Anthony Kelaparambil, Finance Manager, Ms. Shini Syriac, Headmistress, Rajagiri Kindergarten, our Executive Committee leaders on the stage, parents, grandparents, little ones, and my dear friends. Let me start by giving glory to the Almighty God who have blessed us to have this beautiful day. It's always a pleasure to hear from our Reverend Father Benny Nalkara CMI. As an avid reader himself, Father, your words are thought-provoking and inspiring always. Thank you, dear Father, for your time to come and grace this occasion. We are grateful to you, Mr. Sijoy, who have accepted our invitation to come and enlighten us on how deep family values shape our kids' future and thereby build a better society. Thank you very much, Mr. Sijoy. We have our dear Reverend Father Paulos Kirangan CMI, who is our guide and always encourages to strive towards excellence. We value your stewardship, vision, and commitment. Thank you, dear Father. Thank you, Reverend Father Anthony Kelaparambil CMI, to grace this occasion. Our beloved Shani Madam, thank you for your systemic planning and our guidance and each and every step of this execution. Thank you, Madam. My sincere gratitude to all our parents and grandparents. Thank you for your support and cooperation. I sincerely thank all our dear teachers and non-teaching staff for their relentless hard work, commitment, and the love they always spread among us. Thank you. My dear children, thank you for the beautiful souls you are
My sincere gratitude to all the PT Executive Committee members, all our well-wishers, and who have been our backbone to make this event a grand success. May God continue to bless us all. Thank you and have a nice day. We've come to the end of the formal part of Sneha Sangamam 2025. We are about to kickstart the evening with a variety of entertainments. Meanwhile, we have stalls outside set up by the parents for refreshments. It would be nice if you can visit and encourage them, while the parents at the backstage are busy prepping themselves up for the upcoming fun programs. Thank you all once again. Enjoy the evening and have a great day.